ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചേന എങ്ങനെയാണ് മുറിച്ച് കുഴിച്ചിടുന്നത് നോക്കാം. ഇപ്പോൾ ആർക്കും ചേന കുഴിച്ചിടുക എങ്ങനെയാണെന്ന് അറിയില്ല. കടയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ചേന എങ്ങനെയാണ് കുഴിച്ചിടുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. നടാൻ ഉപയോഗിക്കുന്ന ചേന ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് 4ആയിട്ട് മുറിക്കണം. ഇതിപ്പോൾ 1 കിലോ 1.5 കിലോനുള്ള ചേന പറിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുളയുണ്ട്. അത് നമ്മൾ കുത്തിക്കളയും. കുത്തിക്കളഞ്ഞിട്ട് ഈ 4ആക്കി മുറിച്ചതിൻ്റെ ഓരോ ഭാഗത്തും വെണ്ണീർ പരട്ടും. ഇപ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ചാണകപ്പാൽ എന്ന് പറയും. ചാണകം നല്ലോണം കട്ടിയിൽ കലക്കിയിൽ മുക്കി മഴയും വെയിലും കൊള്ളാണ്ട് ഇങ്ങനെ തണലത്ത് വെച്ച് 2 ദിവസം 3 ദിവസം വെക്കുമ്പോൾ അത് മുള വരും. അങ്ങനെയാണ് നമ്മൾ കുഴിച്ചിടുക. ഇതിപ്പോൾ പച്ചച്ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഇപ്പോൾ വെണ്ണീർ വെച്ചിട്ടാണ് ചെയ്യണത്. മുറിച്ചിട്ട് ഇതിൽ വെണ്ണീർ പരട്ടി വെക്കും. അങ്ങനെയാണ് നമ്മൾ ചേന കുഴിച്ചിടാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ കഷ്ണമായിട്ട് കുഴിച്ചിടാം. എന്നിട്ട് 2 ആക്കി ഇനി അടുത്തതും കൂടി മുറിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കണ്ണ് കളയാം. അപ്പോൾ പുതിയ കണ്ണ് വരും. അതങ്ങനെ ചെത്തി കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ശക്തിയിൽ വരും. ഇപ്പോൾ വരണതിന് നല്ല ശക്തി ഉണ്ടാവില്ല. അപ്പോൾ നല്ല ശക്തിയിൽ വരാണെങ്കിൽ അതിങ്ങനെ ഒന്ന് കുത്തി കളയണം. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ ചേനയുടെ മുള വരാം. അപ്പോൾ ആ ഭാഗം മണ്ണിൽ നല്ലോണം താന്നിരിക്കണം. അങ്ങനെ വേണം കുഴിച്ചിടാൻ. ഇനി നമ്മൾ വെണ്ണീർ പരട്ടി വെക്കും. ചേനയുടെ മുറിച്ച ഭാഗത്ത് ഇങ്ങനെ പരട്ടി വെക്കണം. മഴ വെയിലും കൊള്ളാണ്ട് തണലത്ത് വെക്കണം. 1-2 ദിവസം വെക്കണം. അപ്പോഴതിൻ്റെ മുള ശക്തിയിൽ വരുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ കുഴിച്ചിടാനായിട്ട്. ഇങ്ങനെ 4 എണ്ണം നമ്മൾ ഇങ്ങനെ പരട്ടി വെക്കും. ഭാഗത്ത് വേണം പരത്താനായിട്ട്. പച്ചച്ചാണകം ഉണ്ടെങ്കിൽ നമുക്കതിൽ മുക്കി എടുക്കാം. ഇപ്പോൾ ചാരം തേച്ച് മുറിഞ്ഞ ഭാഗത്ത് നല്ലോണം ഒന്ന് തേച്ച് പരട്ടി വയ്ക്കും. അങ്ങനെ നമ്മുടെ 4 കഷ്ണം വെണ്ണീർ എന്ന് പറഞ്ഞാൽ ചാരം തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മഴയും വെയിലും കൊള്ളാത്തോടത്ത് ഇങ്ങനെ വെക്കണം. 1 ദിവസം വെക്കണം. എന്തായാലും 1 ദിവസം വെച്ചിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. ചേന കുഴിച്ചിടാൻ നോക്കാം. നമ്മൾ മുറിച്ചു. ഇനി 1 ദിവസം ചാരം തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കി. ഇനി നമ്മൾ ഒരു കുഴി എടുക്കണം. കുഴിയിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 അടി വ്യാസവും 1 അടി താഴ്ചയാണ് ചേനയെ കുഴിച്ചിടാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുഴി എടുക്കാം. നേരത്തെ തന്നെ കുഴിയൊന്നും ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ നല്ല ചേന ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല വട്ടത്തിലുണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചേനയുടെ വലുപ്പത്തിൽ ചെറിയൊരു കുഴി കൂടിയിട്ട് കുഴിക്കുന്നുണ്ട്. ആ കുഴിയിൽ ഇറക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് ചേന. അത് ചേന വെക്കുന്നേക്കാൾ മുന്നേ നമ്മൾ കുറച്ച് ചവറിട്ട് കത്തിക്കണം. കേടുകളൊക്കെ വരാണ്ടിരിക്കാൻ നല്ലതാണ്. ആദ്യം കുറച്ച് കരിയില ഇടണം. കരിയില ഇട്ടിട്ട് അതൊന്ന് കത്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ ചേനയുടെ വിത്ത് കുഴിച്ചിടാനായിട്ട്. പിന്നെ ചേനയുടെ വിത്ത് കുഴിച്ചിടുമ്പോൾ കിഴക്കോട്ട് നോക്കിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. ആദ്യം നമുക്ക് കരിയില കത്തിച്ച് ഒന്ന് അതിലെ അണുക്കളൊക്കെ ചത്തു പോവുക. അതിന് വേണ്ടിയിട്ട് നമ്മളിത് കത്തിക്കണത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ട് വേണം ചേനയുടെ വിത്ത് ചേർക്കാനായിട്ട്. അങ്ങനെ ചെയ്താലും ചേനയ്ക്ക് നല്ല കരുത്തോടെ മുള കിട്ടും. നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ കരിയില ഇട്ട് അത് കത്തിച്ചിട്ടാണ് ചേന കുഴിച്ചിടുന്നത്. നമ്മൾ കരിയില കൂട്ടിയിട്ട് നിന്ന് കത്തിക്കണം. സാധാരണ നാടൻ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കത്തിച്ചിട്ട് ഒന്ന് പുകച്ച് പിന്നെ ചേനയുടെ വിത്തിന് കുഴിച്ചിടുക. അതിൻ്റെ കരിയില നല്ലോണം കത്തുണ്ട്. അതിൻ്റെ വെണ്ണീർ തന്നെ പൈലേക്ക് എടുക്കും കുഴിയിൽ. ചൂടാറിയിട്ട് വേണം നമ്മൾ ചേന വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചാണപ്പൊടി ഇടണം. എന്നിട്ട് വേണം ചേന വെക്കാനായിട്ട്.
കത്തിച്ചത് ഇങ്ങനെ ഇളക്കി മണ്ണോട് കൂടിയിട്ടൊക്കെ ഒന്ന് യോജിപ്പിക്കാം. ചൂടാറുമ്പോൾ നമുക്ക് ചേനയുടെ വിത്ത് കുഴിച്ചിടാം. കുംഭമാസത്തിലാണ് ചേനയൊക്കെ കുഴിച്ചിടുക. അപ്പോൾ കുംഭമാസത്തിൽ കുഴിച്ചിട്ടാൽ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. കുംഭമാസത്തിൽ നമ്മൾ കുഴിച്ചിട്ടാൽ അത് വെണ്ണീറായി. ഇനി നമുക്ക് കുറച്ച് ചാണപ്പൊടി ചേർത്ത് ചേന കുഴിച്ചിടാം. ഉണങ്ങിയ ചാണപ്പൊടി നമ്മൾ കുറച്ച് ചേർക്കാം. എന്നിട്ട് ചേനേരെ നമ്മൾ മുറിച്ച് വെച്ച് ഓരോ കഷ്ണമായിട്ട് കുഴിച്ചിടാം. വേപ്പും പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഈ നേരത്ത് നമുക്ക് ചേർക്കാം. ഇതിൽ നമ്മൾ ചാണപ്പൊടി ഇട്ട് മുറിച്ച് ഒരേ കഷ്ണമായിട്ട് ചേർക്കാം. നമ്മൾ മുറിച്ച് വെച്ച ചേനയുടെ കഷ്ണം വെണ്ണീര് തേച്ച് വെച്ചതിന് അത് ചേന മുറിച്ച് വെണ്ണീര് തേച്ച് വെച്ചത് ഒരു ദിവസം തള്ളത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കുഴിച്ചിടണം. എന്നിട്ട് അത് ആ വലിയ കുഴിയിൽ തന്നെ ഒരു ചെറിയ കുഴി എടുത്ത് അത് ചവറ് കത്തിച്ചു ചാണകപ്പൊടി ഇട്ടു. ഇനി നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് അതിൻ്റെ കണ്ണ് വെച്ചിട്ട് വേണം കുഴിച്ചിടാൻ. ഇനി നമ്മൾ അധികം മണ്ണിടണ്ട, ജസ്റ്റ് കുറച്ചൊരു മണ്ണിടാം. എന്നിട്ട് ഇനി നമുക്ക് കരിയിലിട്ടിട്ട് മൂടാം. ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് മുള നല്ല ശക്തിയിൽ വരാനായിട്ട് നമ്മളിനി കുറച്ച് കരിയില അതിൻ്റെ മുകളിലേക്ക് ഇടണം. എന്നിട്ട് ഒരു ഓലക്കൊടിയോ ഓലയുടെ തുമ്പോ അങ്ങനെ വെച്ചിട്ട് വടിയൊക്കെ വെച്ചിട്ട് മൂടും. അപ്പോൾ നമ്മൾ കുറച്ച് കരിയില ഇടും മുകളിലായിട്ട്. എന്നിട്ട് അത്യാവശ്യം കരിയില ഇടണം. അപ്പോൾ അതിന് ആ വളവും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി കൂടി ഇട്ടിട്ടാണ് നമ്മൾ വല്ല ഓലപ്പൊടിയോടൊക്കെ മൂടി വയ്ക്കുന്നത്. ചേനയുടെ വിത്ത് വേരൊക്കെ മുകളിലാണ് ഉണ്ടാവണം. അത് കാരണം മുകളിൽ വളരുന്നതാണ് ചേനയ്ക്ക് ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി ഇങ്ങനെ വെതറിയിടുന്നു. അത് നല്ല വളമായിട്ട് നിൽക്കുകയും ഈ ഉണക്കലയും തൂപ്പും അത് ചാണകപ്പൊടിയും കൂടി ആകുമ്പോൾ നല്ലൊരു വളമാവും ചേനയ്ക്ക്. കുംഭമാസത്തിൽ നമ്മൾ നടണം. കുംഭമാസത്തിൽ ഏത് ചേനയും നടാം. ഇനി നമുക്ക് കുറച്ച് മണ്ണൊന്ന് കരിയിലേക്ക് ഒന്ന് അമുങ്ങാനായിട്ട് ഇടാം. അതിന് ശേഷം നമ്മൾ കോഴി ഇതൊന്ന് ചിക്കാണ്ടിരിക്കാനായിട്ട് 2 ഓലപ്പൊടി ഏതാഴ്ച വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചേന നടൽ കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ചേന ഈസി ആയിട്ട് വീട്ടുവളപ്പിലൊക്കെ 40 ദിവസം കഴിയുമ്പോഴാണ് ചേന അങ്ങനെ മുള വരിക. അപ്പോൾ ഞാൻ ആദ്യം കുഴിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിപ്പോൾ ഒരു ചേനയുടെ മുള വന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ കാണിച്ചത് കുറച്ചും കൂടി വലുതായ ചേനയാണ്. ഇതിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപ്പേരി വെച്ച് വളരെ നല്ലതാണ് ശരീരത്തിനൊക്കെ. ചേനയുടെ ഇലയൊക്കെ പത്തലക്കറിയിൽ ഒരു ഐറ്റം ചേനയുടെ ഇല. ഇതൊരു 4 മാസമായ ചേനയാണ്. അത്യാവശ്യം വളർന്നിട്ട് ഇലയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് പലയിടത്തായിട്ട് പറമ്പിൻ്റെ നമുക്ക് വളക്കുറുള്ള ഭാഗത്തൊക്കെ ചേന ഇതുപോലെ കുഴിച്ചിടാം. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.